ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമോ ദേവി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ദേവിക തിരികെ സ്വന്തം വീട്ടിലെത്തിയ കാര്യങ്ങളൊക്കെ തന്നെ പറയുന്നു. അതുകൊണ്ട് നന്ദുവുമായിട്ടുള്ള എല്ലാ ബന്ധവും ഉപേക്ഷിച്ചാണ് ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് ദേവിക പറയുമ്പോൾ ശാരിക ദേവിയെ അഭിനന്ദിക്കുന്നുണ്ട്. ഇപ്പോഴാണ് ചേച്ചി ശാരിയുടെ ചേച്ചിയായതെന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷേ രാധയ്ക്ക് അപ്പോഴും ദേവികയുടെ ഭാവി ഇനി എന്തായി തീരും എന്നുള്ളൊരു ആശങ്കയുണ്ട്. പക്ഷേ മാധവന് കാര്യം മനസ്സിലാകുന്നു. നിന്റെ തീരുമാനം തന്നെയാണ് ശരി മോളെ. നിനക്ക് ബഹുമാനവും സ്നേഹവും കിട്ടാത്തിടത്ത് നീ നിൽക്കേണ്ട കാര്യമില്ല എന്ന് തന്നെ പറയുന്നുണ്ട് മാധവൻ. പിന്നീട് ദേവിയില്ലാതെ ഒരു നിമിഷം പോലും എനിക്ക് വയ്യ എന്നും ഞാൻ അവളോട് എല്ലാം തുറന്നു പറഞ്ഞ് മാപ്പ് ചോദിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞുകൊണ്ട് നന്ദൻ ദേവിയെ വിളിക്കാൻ തുടങ്ങുന്നതും നീ ആ കോള് കട്ട് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് പ്രഭാവതി പറയുന്നുണ്ട്. നീ വിളിച്ചിട്ട് എന്താണ് അവളോട് പറയാൻ പോകുന്നത്? ഫയലിൻ്റെ കാര്യം ഇസബെല്ല പറഞ്ഞിട്ടാണ് നീ ചെയ്തതെന്ന് നിനക്ക് പറയാൻ കഴിയും. പക്ഷേ അതിനെ തുടർന്ന് നിരവധി ചോദ്യങ്ങൾ ദേവിയുടെ ഭാഗത്തു നിന്നുണ്ടാകും. ഋഷിയുടെ കൊലപാതക രഹസ്യം വരെ നിനക്ക് തുറന്ന് പറയേണ്ടി വരും. എല്ലാം അറിഞ്ഞു കഴിഞ്ഞാൽ അവൾ നിൻ്റെ കൂടെ നിൽക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? സിദ്ധുവിനേക്കാൾ ആദർശവാദിയാണ് ദേവിക. അവൾ ഒരിക്കലും നിൻ്റെ കൂടെ നിൽക്കില്ല. പോലീസിന് വിവരം അറിയിച്ച് നിന്നെ അറസ്റ്റ് ചെയ്യിക്കും. മാത്രമല്ല ഇസബെല്ലയുമായിട്ട് നീ ഒരു റൂമിൽ ഒന്നിച്ചു കഴിഞ്ഞത് ഒരു നീറ്റലായിട്ട് അവളുടെ മനസ്സിലുണ്ടെന്ന് പറയുമ്പോൾ ദേവിയെ മറന്ന് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല എന്ന് തന്നെ ആണയിട്ട് പറയുന്നുണ്ട് നന്ദൻ. തുടർന്ന് അതുകൊണ്ട് നീ ആരോടും ഒന്നും തുറന്നു പറയാൻ നിൽക്കണ്ട. ദേവികയുടെ നിലപാട് എന്താണെന്ന് അറിയട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാമെന്ന് പറയുന്നുണ്ട് കേട്ടോ പ്രഭ. പിന്നീട് പ്രസ് മീറ്റിൽ ദേവിക പ്ലാന്റേഷന് അനുമതി കൊടുത്തതുൾപ്പെടെ എല്ലാ കാര്യങ്ങളും തുറന്നടിക്കും. അതുകൊണ്ട് തന്നെ താൻ കുടുങ്ങുമോ എന്നുള്ള ഒരു പേടി മിനിസ്റ്റർക്കുണ്ട്. അതുകൊണ്ട് ദേവികയെ വിളിച്ച് ഒന്ന് സംസാരിക്കണമെന്ന് സിദ്ധാർത്ഥൻ്റെ മുന്നിൽ താണുകയാണ് മിനിസ്റ്റർ പറയുമ്പോൾ ദേവിക ഇപ്പോൾ പഴയ ദേവികയല്ല, അവളോട് കളിച്ചാൽ കളി കമാറുമെന്ന് തനിക്കിപ്പോൾ മനസ്സിലായില്ലേ എന്നെല്ലാം അയാൾക്ക് മുഖത്തടിക്കുന്നത് പോലെ മറുപടി കൊടുക്കുന്നുണ്ട് കേട്ടോ സിദ്ധു. പിന്നീട് നന്ദുവുമായിട്ട് താൻ പിരിഞ്ഞത് വൈകാതെ വാർത്തയാകുമെന്നും മീഡിയയുടെ ഭാഗത്തു നിന്നും പാർട്ടിയുടെ ഭാഗത്തു നിന്നും ചോദ്യങ്ങളുണ്ടാവും. അതുകൊണ്ട് MLA സ്ഥാനം രാജിവെച്ചാലോണോ എന്നാണ് ആലോചിക്കുന്നത് എന്നെല്ലാം ദേവിക പറയുന്നുണ്ട്. ട്യൂഷൻ സെൻറ്റർ നടത്താം, അല്ലെങ്കിൽ അരുന്ധതി മേഡത്തിൻ്റെ കമ്പനിയിൽ ജോലി ചോദിക്കാം എന്നെല്ലാം ദേവിക പറയുമ്പോൾ നല്ല തീരുമാനമാണെന്നും ഇപ്പോൾ തന്നെ CMന് റെസിഗ്നേഷൻ ലെറ്റർ മെയിൽ ചെയ്യാനും ശാരിക പറയുന്നുണ്ട്. എന്തായാലും ഇത്ര ധൃതിപ്പെട്ട് ഒരു തീരുമാനം വേണോ മോളെ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ രാധിക. പ്രസ് മീറ്റ് കഴിഞ്ഞാൽ ഉടനെ തന്നെ രാജിവെക്കുമെന്ന് ദേവിക പറയുന്നുണ്ട്. അങ്ങനെ ദേവിക നന്ദനെ ഉപേക്ഷിച്ച് പോയി എന്നറിഞ്ഞ് ഇസബെല്ല വളരെയധികം സന്തോഷിക്കുന്നത്. തുടർന്ന് ആ ഫയൽ CM ഇന്ന് ക്യാബിനറ്റ് മീറ്റിങ്ങിൽ വെക്കുമെന്ന് ഐസക്ക് പറയുമ്പോൾ ആ ഫയൽ തിരികെ കൊടുക്കാൻ പാപ്പൻ തന്നെയല്ലേ പറഞ്ഞതെന്ന് ഇസബെല്ല ചോദിക്കുമ്പോൾ ഇല്ലെങ്കിൽ കാര്യങ്ങൾ ഇവിടെ കൊണ്ടൊന്നും തീരുമായിരുന്നില്ല എന്ന് പറയുന്നുണ്ട് ഐസക്ക്. ഏതായാലും അതിൻ്റെ ഗുണം കിട്ടിയത് എനിക്കാണെന്നും ദേവിക നന്ദനെ ഉപേക്ഷിച്ച് പോയി, ഇനി നന്ദൻ എനിക്ക് സ്വന്തം എന്ന് പറഞ്ഞുകൊണ്ട് ഇസബെല്ല മതിമറന്ന് സന്തോഷിക്കുന്നു. പിന്നീട് ദേവിക നന്ദനെ ഉപേക്ഷിച്ച് പോയത് ആഘോഷമാക്കാനുള്ള തീരുമാനത്തിലാണ് ഋഷി. ഇത് വേണോ മോനെ, നീ ചെയ്യുന്നത് വലിയ പാപമാണ്. എന്തിൻ്റെ പേരിലായാലും ഒരു പെൺകുട്ടിയുടെ ജീവിതമാണ് നശിച്ചു പോകുന്നത്. എല്ലാത്തിനും ഒരു പരിധിയുണ്ടെന്നെല്ലാം അരുന്ധതി പറയുമ്പോൾ അമ്മ ഇതിൽ ഇടപെടണ്ട, ചന്ദ്രോത്തുകാരുടെ നാശം കണ്ടിട്ട് ഞാൻ അടങ്ങൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ ഋഷി. പിന്നീട് സിധു ദേവികയെ വിളിക്കുന്നു. എന്നിട്ട് മോള് പ്രസ് മീറ്റിൽ പ്ലാന്റേഷന് അനുമതി കൊടുത്തത് ഉൾപ്പെടെ മിനിസ്റ്ററിനെ എടുത്ത് കുടയുമോ എന്ന് അയാൾക്ക് പേടിയുണ്ട്. അയാൾ പറഞ്ഞിട്ടാണ് ഞാനിപ്പോൾ മോളെ വിളിക്കുന്നത്. അയാളിപ്പോൾ മോളെ വല്ലാതെ ഭയക്കുന്നുണ്ട് എന്നെല്ലാം സിദ്ധാർത്ഥൻ പറയുമ്പോൾ അയാളോട് പോയി പണി നോക്കാൻ പറയാച്ച. പ്രസ് മീറ്റ് നടത്തി പ്ലാന്റേഷന് അനുമതി കൊടുത്തതുൾപ്പെടെ മന്ത്രി രാധാകൃഷ്ണൻ്റെ താല്പര്യം ഞാൻ തെളിവ് സഹിതം തുറന്നടിക്കും. ഇതെൻ്റെ അവസാനത്തെ പ്രസ് മീറ്റ് ആയിരിക്കും. ഇതിനുശേഷം ഈ മന്ത്രിസ്ഥാനം ഞാൻ രാജിവെക്കുമെന്നും ദേവിക പറയുന്നുണ്ട്. ഏതായാലും നന്ദനെ ഉപേക്ഷിച്ച് പോകുന്നതിൽ പുറമേ ദേവിക അധികം സങ്കടമൊന്നും കാണിക്കുന്നില്ലെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ അവൾ വല്ലാതെ നീറുന്നുണ്ട്. ഓഫീസ് മുറിയിലിരുന്ന് ആരും കാണാതെ അവൾ ഒറ്റയ്ക്ക് കരയുന്നു. പ്രഭയുടെ സ്ഥിതിയാണെങ്കിലും വ്യത്യസ്തമല്ല. തൻ്റെ മകൻ്റെ ജീവിതം ഇങ്ങനെയാക്കി തീർത്തതിൽ വലിയൊരു പങ്കും തനിക്കുണ്ട്. എല്ലാം തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ ദേവികയോട് തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ നന്ദൻ ജയിലിലേക്ക് പോകും. പക്ഷേ തുറന്നു പറയാതിരുന്നു കഴിഞ്ഞാൽ ദേവിക അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല. അപ്പോൾ എല്ലാം കൂടി ആലോചിച്ച് വല്ലാതെ ധർമ്മസങ്കടത്തിൽ പെട്ടുപോവാണ് പ്രഭ. പിന്നീട് നന്ദൻ ഇസബെല്ലയെ കാണാനായിട്ട് എത്തുന്നു. എന്നിട്ട് എനിക്ക് അവളെ കാണണം, അവളില്ലാതെ എനിക്ക് പറ്റില്ല ബെല്ല, അവളെ എങ്ങനെയെങ്കിലും എൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് നന്ദൻ കരയുന്നത് കണ്ട് ദേവിക്ക് വേണ്ടി കരയുന്നത് കണ്ട് ഇസബെല്ലയ്ക്കാണെങ്കിൽ അത് കണ്ട് ദേഷ്യവും അസൂയൊക്കെ വരുന്നുണ്ട്. ദേവികയുടെ നന്ദന് ഇത്രയ്ക്ക് സ്നേഹമുണ്ടോ എന്നൊക്കെ ആലോചിച്ച് അവൾക്ക് കലി കയറുന്നുണ്ട്. തുടർന്ന് അതെല്ലാം ഉള്ളിൽ ഒളിപ്പിച്ചുകൊണ്ട് ഇസബെല്ല പറയുന്നുണ്ട്, നീ ഇങ്ങനെ വിഷമിക്കുകയൊന്നും വേണ്ട, അവളോട് എല്ലാം അങ്ങ് തുറന്നു പറഞ്ഞേക്ക്. ഋഷിയെ കൊന്നത് നീയാണെന്നും അതിന് പിന്നീടുണ്ടായ കാര്യങ്ങളെല്ലാം നീ ചെന്ന് അവളോട് പറഞ്ഞ് അവളുടെ മുന്നിൽ കാല് പിടിച്ച് മാപ്പ് പറയാൻ നന്ദ എന്നെല്ലാം പറയുന്നുണ്ട് കേട്ടോ ഇസബെല്ല.
അത് കേട്ട് കെവിനാണെങ്കിൽ ഷോക്കാവുമ്പോൾ ബെല്ല നീ എന്തൊക്കെയാ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ അല്ല കെവിനെ, ഇവൻ പറയുന്നത് കേട്ടാൽ തോന്നും നമ്മൾ കാരനാണ് ദേവി ഇവനെ വിട്ടുപോയതെന്ന്. രണ്ട് ഫ്രണ്ട്സ് തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കാനുള്ള ബുദ്ധി പോലും ദേവിക്ക് ഇല്ലാതെ പോയല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഇസബെല്ല ദേവിയെ കുറ്റപ്പെടുത്തി സംസാരിക്കുകയാണ് ചെയ്യുന്നത്. ഈ അവസരം മുതലെടുത്തുകൊണ്ട് നന്ദന് ദേവികയോടുള്ള വിരോധം കൂട്ടുക എന്നുള്ളതാണ് ഇസബെല്ലയുടെ ലക്ഷ്യം. ദേവിയെ ഓർത്ത് കരയുന്ന നന്ദനെ കാണുമ്പോൾ ദേഷ്യം വരുന്നുണ്ട് കേട്ടോ ഇസബെല്ലയ്ക്ക്. ഏതായാലും ദേവിക ഇപ്പോൾ നന്ദൻ്റെ ജീവിതത്തിൽ നിന്നും പടിയിറങ്ങി പോയതോടുകൂടി തന്നെയായിരിക്കും ഇനി ഇസബെല്ലയുടെ ചതി നന്ദൻ മനസ്സിലാക്കാനായിട്ട് പോകുന്നത്. അപ്പോഴായിരിക്കും ദേവികയുടെ വില എന്താണെന്ന് യഥാർത്ഥത്തിൽ നന്ദൻ തിരിച്ചറിയാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം. സുഖമോ ദേവി സീരിയലിൻ്റെ വരാൻ പോകുന്ന കിടലൻ എപ്പിസോഡ്സിനായിട്ട് ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്